സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നമ്മളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മളെ കഴിഞ്ഞ ബിസിനസ് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ആയിരുന്നു, നമ്മളെ ഒമ്നി ബിസിനസ്. അപ്പൊ ഇന്നത്തെ ബിസിനസ് പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മളെ സ്വിഫ്റ്റ് കാർ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ബിസിനസ് തുടങ്ങാനാണ് പ്ലാന്. ഇവിടെ തന്നെയാണ് ഞാൻ എന്താ ബിസിനസ് ഇടുന്നത്. പിന്നെ ഞാൻ ഇന്ന് കൂട്ടുകാരൻ പൈസ തന്നിട്ടല്ല ഇവിടെ കട ഇടുന്നത്, എൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ് ഞാൻ ഇവിടെ കട ഇടുന്നത്. എന്റെ സ്വന്തം പൈസ അറിയാൻ കഴിഞ്ഞൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ പൈസ ഒന്നുമല്ല, ആ പൈസ ഒക്കെ തീർന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാ ബാങ്ക് റോബറി. അതെ ഗൈസ്, ഞാൻ എന്താ ബാങ്ക് റോബറി ചെയ്യാൻ പോവുകയാണ്. നമ്മളെ മുമ്പത്തെ പൈസ ഒക്കെ തീർന്നു, അപ്പൊ നമുക്ക് ഇപ്പൊ പൈസക്ക് ആവശ്യമുണ്ടല്ലോ, ബാങ്ക് റോബറി ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ആരും അറിയാതെ വേണം ഇപ്പൊ പോകാന്. ഇപ്പൊ നമുക്ക് ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യാ, കാരണം രാത്രി ആവാണ്ട് പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ രാത്രിയല്ലേ ബാങ്ക് കൊള്ളടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ആക്കാണ്. അങ്ങനെ കൂട്ടുകാരെ, ഇതാ രാത്രി ആയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് ബാങ്ക് കൊള്ളയടിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോ. അങ്ങനെ നമ്മളിതാ ബാങ്കും കൊള്ളയടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബാഗിൽ കുറെ പൈസ ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്കിപ്പോ ബിസിനസ് തുടങ്ങാനുള്ള ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബിസിനസ് തുടങ്ങാനുള്ള പണിയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ പൈസയും കൊണ്ട് നേരെ നമ്മളെ കാർ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാർ ഷോറൂമിൽ നിന്നാണ് നമ്മള് സ്വിഫ്റ്റ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മള് ഒന്നാമത്തെ സ്വിഫ്റ്റ് ഇതാ വാങ്ങിയിട്ടുണ്ട്. നമുക്കിതാ ഇവിടെ ഇപ്പൊ പാർക്കാക്കി വെക്കാം. അങ്ങനെ ഞാനിതാ 5 സ്വിഫ്റ്റ് ഇതാ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഒമ്നി ആകെ ഒന്ന് മാത്രമേ ആദ്യം വാങ്ങിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് അത്ര പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്കിതാ പൈസ ഉണ്ട് ഗൈസ്. ഇപ്പൊ നമ്മളെ ഈ ബാഗിൽ കുറച്ച് പൈസ ഒക്കെ ബാക്കിയുണ്ട്. 5 സ്വിഫ്റ്റും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാര് ഫ്രാങ്ക്ലിൻ ചേട്ടനോ? അതെ, ഞാൻ തന്നെ. നീ സ്വിഫ്റ്റ് ഒക്കെ വിൽക്കുന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ്. എനിക്കൊരു കാറ് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് വന്നത്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എടുത്തോളൂ, ഇഷ്ടമുള്ളൊരു കാർ എടുത്തോളൂ. ഏതാ ഇഷ്ടപ്പെട്ടത്? അതിന് ഇഷ്ടപ്പെടാൻ ഇതെല്ലാം സ്വിഫ്റ്റ് അല്ലേ, അതും ഒരു കളർ പോലും വ്യത്യാസമില്ലാതെ വെള്ള കളർ സ്വിഫ്റ്റ് മാത്രം. ഇതിലെന്താ ഇഷ്ടപ്പെടാനുള്ള? ഏതെങ്കിലും ഒരു കാർ താടോ. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എടുത്തോളൂ. അങ്ങനെ നമ്മള് ഒന്നാമത്തെ സ്വിഫ്റ്റ് ഇതാ വിറ്റ് പോയിട്ടുണ്ട്. അപ്പൊ ആർക്കാ വിറ്റ് പോയത് വെച്ചാൽ നമ്മളെ ഫ്രാങ്ക്ലിൻ ആണ്. നമ്മളെ സ്വിഫ്റ്റ് കാറൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ കുറെ ക്യാഷുമുണ്ട്. പിന്നെ എനിക്കൊരു പ്ലാനും കൂടി ഉണ്ട് ഗൈസ്. എനിക്കൊരു കാറ് വേണം ഗൈസ്, സ്വിഫ്റ്റ്. നമ്മളെ വീട്ടിലൊന്നുണ്ട്, പക്ഷെ എനിക്കത് വേണ്ട. എനിക്ക് സ്വിഫ്റ്റ് ആണ് വേണ്ടത്. നമ്മളെ സ്വിഫ്റ്റിന്റെ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് വൈറ്റ് കളർ സ്വിഫ്റ്റ് അല്ല വേണ്ടത്, അതൊരു ഗോൾഡൻ കളർ ആയിരിക്കണം. അങ്ങനെ എനിക്കും സ്വന്തമായി സ്വിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അതും ഗോൾഡൻ സ്വിഫ്റ്റ് ഗൈസ്. ഈ നാട്ടിൽ എനിക്ക് മാത്രമേ ഗോൾഡൻ കാർ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ റിച്ച് ആയി ഗൈസ്. അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഗോൾഡൻ സ്വിഫ്റ്റ് ആയിട്ട് ഞാൻ ഇതാ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മളെ ബിസിനസ് ഒക്കെ സക്സസ് ആയി. വീണ്ടും യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സക്സസ് ആക്കി തരാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോളെ. ബൈ.